ചോദിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഒരവസരം കൂടെ സ്തോത്രം തന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത് അല്പനേരം ദൈവസന്നിധി സൂമിലൂടെ പ്രാർത്ഥിക്കുവാനും അപ്പോൾ തന്നെ സ്തോത്രം കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുമാണ്, ദൈവജനം ധ്യാനിക്കുവാനുമാണ്. ദീർഘസമയമൊന്നും എടുക്കുന്നില്ലെങ്കിലും ഒരു 10 മിനിറ്റ് ഒരു ദൈവത്തിന്റെ വചനം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് ഇരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും അറിയാം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്തോത്രം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലതും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. സ്തോത്രം, ഹല്ലേലൂയ. ഏറെ നാൾ കഴിയും മുമ്പേ സ്തോത്രം ഇളയ മകൻ സകലതും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. അല്ലെ, സ്തോത്രം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന ഉപമയാണ്. മുടിയനായ പുത്രനെ നമ്മളെല്ലാവരും മുടിയനായ പുത്രൻ എന്നാണ് വിളിക്കുന്നത്. സ്തോത്രം, ഉപമയിലെ ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. സ്തോത്രം, ഹല്ലേലൂയ. ഈ ഉപമയിലെ വാക്യം സ്തോത്രം, ഈ ഉപമയിലെ വാക്യം ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം ഒരു കൊച്ചു സുവിശേഷമാണ്. കാരണം 3 ഉപമയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. 3 ഉപമയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ഉപമ കാണാതെ പോയ ആടിനെ കുറിച്ച്, രണ്ടാമത്തെ ഉപമ കാണാതെ പോയ ബ്രഹ്മയെ കുറിച്ച്, മൂന്നാമത്തെ ഉപമയാണ് കാണാതെ പോയ മകനെ കുറിച്ച്. സ്തോത്രം. ഒന്നാമത്തെ ഉപമ എന്ന് പറയുന്നത് സ്തോത്രം, നമുക്കറിയാം, നാട്ടിൽ വീട്ടിനകത്ത് സ്തോത്രം അല്ലെങ്കിൽ കാട്ടിൽ കാണാതെ പോയ കുടുങ്ങിക്കിടക്കുന്ന ആടിനെ കുറിച്ച്, കാട്ടിൽ കാണാതെ പോയ ആടിനെ കുറിച്ചാണ്. രണ്ടാമത് വീട്ടിനകത്ത് സ്തോത്രം കാണാതെ പോയ ദ്രമയെ കുറിച്ചാണ്. മൂന്നാമത്തെ ഉപമ നമുക്കറിയാം, സ്തോത്രം, ഹല്ലേലൂയ, നാട്ടിൽ തന്നെ കാണാതെ പോയ കാണാതെ പോയ മകനെ കുറിച്ചാണ്. ഇങ്ങനെ 3 വ്യത്യസ്ത തലത്തിലാണ് യേശു ആ ഉപമ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ഉപമയിൽ സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് നമ്മുടെ നന്മ സ്തോത്രം നഷ്ടപ്പെട്ടു പോയി. അല്ലെ, നമ്മുടെ നന്മ നഷ്ടപ്പെട്ടു പോയി. സ്തോത്രം, വിലപ്പെട്ട ആട് നഷ്ടപ്പെട്ടു പോയി. 99 വിട്ടേച്ച് ഒന്നിനു വേണ്ടി തെരഞ്ഞു നടക്കുന്ന ഒരു യജമാനനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഹല്ലേലൂയ. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം, സകലതും വിട്ട് ആ കാട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന ആ ആടിനെ തോളിലേറ്റി തിരിച്ച് അവൻ വീട്ടിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. എന്ന് പറഞ്ഞാൽ പുറത്ത് കിടക്കുന്ന നന്മ അത് കാട്ടിൽ കുടുങ്ങിപ്പോയി. സ്തോത്രം, അത് വീട്ടിനകത്തേക്ക് കർത്താവ് കൊണ്ടുവരിക. സ്തോത്രം, വീട്ടിനകത്തേക്ക് കർത്താവ് കൊണ്ടുവരിക. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നന്മയെല്ലാം പുറത്ത് കിടക്കുന്നുണ്ട്, നമ്മുടെ അവകാശങ്ങളെല്ലാം പുറത്ത് കിടക്കുന്നുണ്ട്. അത് കാട്ടിൽ കുടുങ്ങിക്കിടക്കുന്നത് പോലെ ദൈവാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ കർത്താവ് പറയുന്നു, അതിനെ സ്വന്തം കണ്ടു കിട്ടും വരെ അല്ലെങ്കിൽ അതിനെ തെരഞ്ഞെടുത്ത് നിന്റെ വീട്ടിനകത്ത് കൊണ്ടുതരുവാൻ ദൈവശക്തനാണെന്ന് ഒന്നാമത്തെ ഉപമയിൽ വെളിപ്പെടുത്തുന്നു. രണ്ടാമത്തെ ഉപമയ്ക്കകത്ത് സ്തോത്രം, വീട്ടിനകത്ത് തന്നെ കാണാതെ പോയ ചില സാഹചര്യങ്ങൾ, വീട്ടിനകത്ത് തന്നെ കാണാതെ പോയ ചില അന്തരീക്ഷങ്ങൾ, അത് വീട്ടിനകത്ത് തന്നെ അതിനെ തെരഞ്ഞെടുത്ത് അതിനെ സ്തോത്രം, ഹല്ലേലൂയ, ആ കാണാതെ പോയ ദ്രവ്യയെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടില്ല. വീട്ടിനകത്ത് കാണാതെ പോയ അന്തരീക്ഷത്തിൽ വീട്ടിനകത്ത് നിന്ന് അതിനെ വീണ്ടെടുക്കുന്നത്. ഹല്ലേലൂയ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ വീട്ടിനകത്ത് തന്നെ കാണാതെ പോയതിനെ വീട്ടിനകത്ത് നിന്ന് തന്നെ കർത്താവ് നിനക്ക് തരുമെന്നുള്ളതാണ്. സ്തോത്രം. മൂന്നാമത്തെ ഉപമ, ഹല്ലേലൂയ, വീട്ടിനകത്ത് നിന്ന് പുറത്തോട്ട് കാണാതെ പോയത്. അതാണ് കാണാതെ പോയ മകൻ വീട്ടിനകത്തായിരുന്നു. സ്തോത്രം, അത് പുറത്തോട്ട് പോയി. ഹല്ലേലൂയ, അത് കാണാതെ പോയി. വീട്ടിനകത്ത് നിന്ന് വെളിയിലേക്ക് പോയി. ഹല്ലേലൂയ, സ്തോത്രം. ഇത് പകൽക്കാലം 3 തലമാണ് യേശു പറഞ്ഞ ഉപമയ്ക്കകത്ത്. 3 വ്യത്യസ്ത തലമാണ്. ഒന്ന്, നിന്റെ കൂട്ടിൽ കിടക്കുന്ന, വെളിയിൽ നിന്റെ കൂട്ടിൽ കിടക്കുന്ന, വീട്ടിനകത്തല്ല കൂട്ടിൽ കിടക്കുന്നത്, അത് കാട്ടിനകത്ത് കാണാതെ പോയി. സ്തോത്രം. ദൈവജനമേ, നിന്റെ കൂട്ടിനകത്ത് കിടക്കുന്ന, വെളിയിൽ നിന്റെ കൂട്ടിനകത്ത് കിടക്കുന്ന കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ച് നിന്റെ ഭവനത്തിലേക്ക്
എത്തിക്കുവാൻ ദൈവശക്തനാണ്. സ്തോത്രം. അല്ലെങ്കിൽ രണ്ടാമത് വീട്ടിനകത്ത് കാണാതെ പോയി. വേറെ എവിടെയുമില്ല, പുറത്തല്ല പോയത്. സ്തോത്രം. വീട്ടിനകത്ത് ചിലത് നഷ്ടപ്പെട്ടു പോയി. വീട്ടിനകത്ത് ചിലത് നഷ്ടപ്പെട്ടു പോയെങ്കിൽ അതിന് വീട്ടിനകത്ത് തന്നെ തിരിച്ചു തരുന്നൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ. മൂന്നാമത്തെ ഉപമ, വീട്ടിനകത്ത് നിന്ന് വെളിയിലോട്ട് പോയതിനെ തിരിച്ചു മടക്കി തരുത്തുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ടെന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഹല്ലേലൂയ. ഇനി ഒടിയനായ പുത്രന്റെ കഥ ഞാൻ ആ വാക്യത്തിലേക്ക് കടന്നു വരാൻ താല്പര്യം. ഏറെ നാൾ കഴിയും മുമ്പേ സകലതും സ്വരൂപിച്ച്, സ്തോത്രം, ഹല്ലേലൂയ, അവൻ അവിടുന്ന് യാത്രയായി. ഈ കഥ നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്നാൽ ഈ വാക്കിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും. സ്തോത്രം. എന്താണ് ഏറെ നാൾ കഴിയും മുമ്പേ സകലതും സ്വരൂപിച്ച്? സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനകത്തെ ഇളയ മകൻ വന്ന അപ്പനോട് ചോദിച്ചു. സ്തോത്രം. അപ്പനോട് വന്ന് ചോദിച്ചു, എനിക്ക് വരേണ്ടുന്ന പങ്ക് എനിക്ക് തരയണം, ഹല്ലേലൂയ എന്ന് പറഞ്ഞു. അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. സ്തോത്രം. അപ്പനെന്ത് ചെയ്തു? മുതൽ പകുത്തു കൊടുത്തു. പകുത്തു കൊടുത്തതിന് ശേഷം അവൻ ഏറെ നാൾ എവിടെ താമസിച്ചിരുന്നു? ഈ വീട്ടിനകത്ത് താമസിച്ചിരുന്നു. എന്തിനു വേണ്ടിയാണ് താമസിച്ചത്? അത് സ്വരൂപിക്കാൻ വേണ്ടിയാണ് താമസിച്ചത്. സ്തോത്രം. അവിടെ എങ്ങനെയാണ് നമ്മൾ വായിച്ച വാക്യം? ഏറെ നാൾ കഴിയും മുമ്പ് ഇളയ മകൻ സകലതും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. സ്തോത്രം. അവിടെ ആ വാക്ക് എങ്ങനെയാണ്? ഏറെ നാൾ അവൻ അപ്പനോട് വീതം ചോദിച്ചതിന് ശേഷം സ്വരൂപിക്കാൻ വേണ്ടി ഏറെ നാൾ വീണ്ടും ആ അപ്പന്റെ വീട്ടിൽ താമസിച്ചത് നമുക്ക് കാണുവാൻ കഴിയും. ആ മനുഷ്യന് രണ്ടവസ്ഥയുണ്ട്. ആ ഇളയ മകന് രണ്ടവസ്ഥയെ കുറിച്ച്. സ്തോത്രം. ചോദിക്കാത്തതിന് മുമ്പ് സന്തോഷത്തോടുകൂടെ ആ ഭവനത്തിൽ താമസിച്ചിരുന്നു. സ്തോത്രം. അല്ലെങ്കിൽ കാരണം അത് അപ്പന്റെ കൂടെ, അപ്പന്റെ അവകാശത്തിന്റെ മേൽ അവൻ താമസിച്ചിരുന്നു. സ്തോത്രം. രണ്ട്, അവന്റെ അവകാശം വാങ്ങിച്ചതിന് ശേഷം, സ്തോത്രം, ഏറെ നാൾ ആ വീട്ടിൽ താമസിച്ചിരുന്നു. ആ സമയത്ത് എന്റേതെന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം, അവൻ സകലതും സ്വരൂപിച്ചു കൊണ്ടിരിക്കുക. എന്റേതെന്ന് പറഞ്ഞ്, ഞാനെന്ന് പറഞ്ഞ്, എന്റെ അവകാശം എന്ന് പറഞ്ഞ് സകലതും സ്വരൂപിച്ചവൻ, സ്തോത്രം, അവിടെ നിന്ന് സ്വരൂപിച്ചു കൊണ്ടിരിക്കുക. ദൈവജനമേ, നമ്മൾ അപ്പന്റെ കൂടെ വസിക്കുമ്പോൾ സ്തോത്രം, അപ്പന്റെ അവകാശം അവന് പകുത്തു കൊടുത്ത് അത് എന്റേതെന്ന് പറഞ്ഞ് അവൻ സ്വരൂപിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അറിയുന്നില്ല അവൻ ചെയ്യുന്നത് തെറ്റാണെന്ന്. അപ്പന്റെ കൂടെ വീണ്ടും അവൻ, സ്തോത്രം, കുറെ നാൾ താമസിച്ചിരുന്നു. ആ ദിവസങ്ങൾ അവന്റെ നിർണായകമായ ദിവസമായിരുന്നു. അവനൊന്ന് തിരിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ ഇതൊന്നും അവന് നഷ്ടമാകില്ലായിരുന്നു, അല്ലെ? അവൻ ദൂരദേശത്തേക്ക് യാത്രയായി. തിരിച്ചു വരുന്ന വരം എന്തായിരുന്നു? സകലതും നഷ്ടപ്പെട്ടവനെ പോലെ തിരിച്ചു വരുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അവനത് നഷ്ടപ്പെടില്ലായിരുന്നു, ഇവനത് നഷ്ടപ്പെടില്ലായിരുന്നു. അവൻ വീട്ടിനകത്ത് എന്റേതെന്ന് പറഞ്ഞ്, അപ്പന്റെ കൂടെ വസിക്കുമ്പോൾ എന്റേതെന്ന് പറഞ്ഞ് സകലതും സ്വരൂപിക്കുന്ന ചില ദിവസങ്ങൾ അവൻ അവിടെ താമസിച്ച ഒരു ദിവസം ഉണ്ടായിരുന്നു. സ്തോത്രം. എത്ര പേർക്ക് അത് മനസ്സിലായെന്ന് എനിക്ക് അറിയത്തില്ല. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവാത്മാവിൽ നമ്മൾ വിളിച്ചു പറയുക, നമ്മൾ അപ്പന്റെ കൂടെയാണ് വസിക്കുന്നത്. സ്തോത്രം. അപ്പന്റെ കൂടെ വസിക്കുമ്പോൾ എന്റേതെന്ന് പറഞ്ഞ്, സ്തോത്രം, നമ്മൾ സകലതും സ്വരൂപിച്ചാൽ അത് പിന്നീട് നമുക്ക് നഷ്ടത്തിലേക്ക് കാരണമാകും. എന്താ നീ പറയാ? ഇത് അപ്പന്റെയാണ്, ഇത് ദൈവം തന്നതാണ്, ഇത് ദൈവത്തിൻ്റെതാണെന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ നിനക്കൊന്നും നഷ്ടമാകാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. ആ ഏറെ നാൾ ഇത് എന്റേതാണെന്ന് പറഞ്ഞ്, എന്റെ വീതമാണെന്ന് പറഞ്ഞ് അവൻ സ്വരൂപിച്ചതാണ് അവന് സകലതും നഷ്ടമാകാനുള്ള കാരണം. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ദൂത് പറയട്ടെ, നിന്റേതെന്ന് പറയുന്ന സകലതും ഇത് ദൈവത്തിൻ്റെതാണെന്ന് വിട്ടുകൊടുത്ത് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഒന്നുപോലും നഷ്ടപ്പെടുത്തുവാൻ ദൈവം അനുവദിക്കത്തില്ല എന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ദൂത് വിളിച്ചു പറയുക. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, ഏറെ നാൾ ആ ദിവസങ്ങളൊക്കെ അവന് ചിന്തിക്കാനുള്ള ദിവസമായിരുന്നു.
ആ ദിവസങ്ങളൊക്കെ അവനൊന്ന് ഇരുന്ന് മനസ്സിലാക്കാനുള്ള ദിവസമായിരുന്നു. പക്ഷെ മനസ്സിലാക്കിയില്ല. അവൻ സ്വരൂപിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. അല്ല, ഈ സ്വരൂപിക്കുന്നതെല്ലാം തെറ്റായിരുന്നു, അതെല്ലാം നഷ്ടമാക്കാനായിരുന്നു. സ്തോത്രം. അതെല്ലാം സ്തോത്രം എന്താ അവന്റെ കയ്യിൽ നിന്ന് പോകാനുള്ളതായിരുന്നു. അതവൻ തിരിച്ചറിയുന്നില്ല. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവജനമേ, എന്റേതെന്ന് പറയുന്ന സ്വരൂപിക്കുന്ന ആ തനങ്ങളെല്ലാം ഇന്ന് പകൽക്കാലം മാറിപ്പോകണം കേട്ടോ, മാറിപ്പോകണം. ഒന്ന് ഇരുന്നൊന്ന് ചിന്തിച്ച് ഈ തന്നതെല്ലാം എന്റെ ദൈവത്തിൻ്റെതാണെന്ന് പറയുക, ഈ ദൈവത്തിൻ്റെതാണെന്ന് പറയാ. സ്തോത്രം. അത് ദൈവത്തിൻ്റെതാണെന്ന് പറഞ്ഞാൽ ഒന്നുപോലും നഷ്ടപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. തലമുറ നിനക്ക് ദൈവം തന്നതാണ്, നന്മ നിനക്ക് ദൈവം തന്നതാണ്, നിന്റെ കയ്യിലുള്ളതെല്ലാം ദൈവം തന്നതാണ്. എന്റേതെന്ന് പറഞ്ഞ് സ്വരൂപിക്കരുത്. അത് ദൈവം തന്നതാണെന്ന് പറഞ്ഞാൽ, ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുത്താൽ ഒന്നുപോലും നഷ്ടപ്പെടുത്തുവാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ അവൻ ദൂരദേശത്തേക്ക് യാത്രയായി. സ്തോത്രം. ഹല്ലേലൂയ. തിരിച്ചു വരുന്നൊരു വരവുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. തിരിച്ചു വരുന്ന വരവ്. സ്തോത്രം. ഹല്ലേലൂയ. ആ വരുന്ന വരവിൽ ഇങ്ങനെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. വരുന്നവരിൽ അപ്പൻ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. സ്തോത്രം. കെട്ടിപ്പിടിച്ചു. അതിന്റെ 22-ാമത്തെ വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 22-ാം വാക്യത്തിനകത്ത് സ്തോത്രം ഇങ്ങനെയാണ് പറയുന്നത്. അപ്പൻ തന്റെ ദാസന്മാരോട് വേഗം മേൽത്തരമായ ഒരു അങ്കി എടുത്തുകൊണ്ട് വാ. സ്തോത്രം. വേറൊന്നും പറയുന്നില്ല. സാധാരണ നമുക്കറിയാം, ഇവൻ സകലതും സ്വരൂപിച്ച് എന്റേതെന്ന് പറഞ്ഞ് യാത്രയെ സകലതും നഷ്ടപ്പെടുത്തി. ഒന്നുപോലും അവന്റെ കയ്യില. അവന്റെ ഇട്ട അങ്കി പോലും അവന് സപ്പോർട്ടല്ല. കാരണം കറപുരാണ്ട് നഷ്ടപ്പെട്ട് ആര് കണ്ടാലും സ്തോത്രം, ഇവനെ ഇപ്പൊ ആര് കണ്ടാലും അയ്യേ എന്ന് തലയിൽ കൈവയ്ക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഇവന്റെ അവസ്ഥ. സ്തോത്രം. സാധാരണ നമ്മളൊക്കെ ആണെങ്കിൽ സകലതും നഷ്ടപ്പെടുത്തി തിരിച്ചു വന്നാൽ, നമ്മളൊക്കെ ആണെങ്കിൽ നമ്മുടെ മക്കളോട് എന്നെ ചോദിക്കുന്നത്, നീ നഷ്ടപ്പെടുത്തിയില്ലടാ, സ്തോത്രം, നീ ഇത് തീർത്തില്ലടാ, അല്ലെങ്കിൽ നമ്മൾ കുറ്റം പറയുക ചെയ്യുന്നത് അല്ലെ. പക്ഷെ ഇതൊന്നും അപ്പൻ ചോദിക്കുന്നില്ല. നീ ഇവിടുന്ന് കൊണ്ടുപോയത് നിന്റേതെന്ന് പറഞ്ഞ് കൊണ്ടുപോയതൊന്നും അപ്പൻ ചോദിക്കുന്നില്ല. സ്തോത്രം. മടങ്ങി വരുവാൻ മനസ്സ് കാണിച്ചവന്റെ ജീവിതത്തിൽ അപ്പൻ ചെയ്തത് എന്താണെന്ന് അറിയാമോ? അവന്റെ ആ മുഷിഞ്ഞ അങ്കി മാറ്റിയിട്ട് വേഗം, ആ പദമാണ് വേഗം. സ്തോത്രം. സ്പീഡിൽ. സ്തോത്രം. എന്താ? പെട്ടെന്ന് നീ അങ്കി എടുത്തോണ്ട് വരാൻ പറഞ്ഞു. ഹല്ലേലൂയ. അങ്കി എടുത്തോണ്ട് വന്ന് അവന്റെ പഴയ അങ്കി മാറ്റിയിട്ട് പെട്ടെന്ന് പുതിയ അങ്കി ധരിപ്പിക്കുക, ചെരുപ്പിടുക. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ കൈ മോതിരം ഇടുക. അവനെ ഒന്ന് മാറ്റുക, അവൻ അന്തരീക്ഷത്തെ മാറ്റുക. വേഗമാ, പെട്ടെന്ന്. എന്തിനാണെന്ന് അറിയാമോ? ഇവൻ വന്നെന്നറിഞ്ഞപ്പോൾ ആ ദേശത്ത് വാർത്തയായി. തിരിച്ചു വന്നെന്നറിഞ്ഞപ്പോൾ ദേശത്ത് വാർത്തയായി. വന്നവർ സ്തോത്രം ഇവന്റെ പഴയ അങ്കി, ഇവന്റെ പഴയ അവസ്ഥ, ഇവന്റെ സ്തോത്രം പഴയ സ്ഥിതികളൊന്നും നാട്ടുകാരുടെ മുമ്പിൽ പരസ്യഘോരമാകാതിരിക്കാൻ അപ്പൻ ചെയ്തത് എന്നറിയാമോ? അവൻ നഷ്ടപ്പെടുത്തിയതൊന്നും ചോദ്യം ചെയ്യാതെ സ്തോത്രം അപ്പൻ ചെയ്തത് എന്നറിയാമോ? അവനെ ആ നാട്ടുകാരുടെ മുമ്പിൽ പരസ്യഘോരമാകാതിരിക്കാൻ വേഗം അവന്റെ ആ ജീവിതത്തെ, അന്തരീക്ഷത്തെ, പഴയ അവസ്ഥയെ മാറ്റി അവനെ പുതിയ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം മടങ്ങി വരുന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, അപ്പന്റെ അടുക്കൽ വന്ന് സ്തോത്രം, അപ്പ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു, നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ നിന്നെ പരസ്യകൊലമാക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ പഴയ അവസ്ഥയെ മാറ്റി ആരും കാണാതെ പുതിയത് ധരിപ്പിച്ച് നിന്നെ നല്ലവനാക്കി നിർത്തുന്ന ഒരപ്പനാണെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയണമെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ദൂത് വിളിച്ചു പറയുക. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയേ. സ്തോത്രം. ഹല്ലേലൂയ. എന്റേതെന്ന് പറഞ്ഞ്, സകലതും എന്റേതെന്ന് പറഞ്ഞ്, ഹല്ലേലൂയ, സ്തോത്രം, അവകാശം പറഞ്ഞ് കുറെ നാൾ വീട്ടിലിരുന്ന് സ്വരൂപിച്ച് പോയവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. തിരിച്ച് അവൻ വീട്ടിൽ വന്ന് ഹല്ലേലൂയ, ഇപ്പോൾ ഇരുന്ന അങ്കി അവന്റേതല്ല, അത് അവിടെ നിന്ന് കർത്താവ് കൊടുത്തതാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവന്റേതെന്ന് പറയുവാൻ ഒന്നുമില്ല ഇനി. സ്തോത്രം. അവന്റേതുള്ളത് കൊടുത്തു. ഹല്ലേലൂയ. ഇപ്പോൾ അവന്റെ കയ്യിലുള്ളത് കർത്താവ് കൊടുത്തതാ, അപ്പം കൊടുത്തതാ. ഇന്ന് പകൽക്കാലം കർത്താവ് തന്നാൽ നിന്റെ ജീവിതത്തിൽ പരസ്യകൊലമാക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ നേരോടെ നിർത്താൻ ശക്തനായ ഒരു കർത്താവാണെന്ന്
ദൈവത്തിന്റെ ആത്മാവിൽ ഈ പ്രഭാതത്തിൽ ദൂത് വിളിച്ചു പറയുക. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവജനമേ ആ വേഗം മേൽത്തരമായി ഇറങ്ങി വേഗം സ്തോത്രം എന്താ ഹല്ലേലൂയ സകലതും അവനെ ഇടിപ്പിക്കുക. കാരണം ജനം കാണുന്നതിനേക്കാളും മുമ്പ്, ജനം ഇവന്റെ വീടിന്റെ മുമ്പിൽ തടിച്ചു കൂടുന്നതിനേക്കാളും മുമ്പ്, ഇവൻ വന്നു എന്ന് അറിഞ്ഞ വാർത്തയിൽ സ്തോത്രം ജനം കാണുന്നതിനേക്കാളും മുമ്പ് എന്ത് ചെയ്യുന്നു? ഇവനെ മറയ്ക്കുന്നതാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവജനമേ ഹല്ലേലൂയ അവനെ പരസ്യപരമാക്കാതെ അവന്റെ പഴയ അനുഭവത്തെ ആരും കാണാതിരിപ്പാൻ വീണ്ടും അവനെ വിലയേറിയവനാക്കാൻ അവന് വിലപ്പെട്ട അങ്കി ധരിപ്പിച്ച് അപ്പന്റെ ഭവനത്തിനകത്തേക്ക് കയറ്റിയെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്നെ പരസ്യപരമാക്കുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, മടങ്ങി വരുന്ന ദൈവത്തിലെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന ദൈവ പൈതലേ, സ്തോത്രം, നിന്നെ പരസ്യപരമാക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. പുതിയ അങ്കി ധരിപ്പിച്ച് നിന്നെ നേരോടെ നിർത്താൻ കഴിയുന്ന ഒരു ദൈവമാണെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിൽ ദൂത് വിളിച്ചു പറയുക. നഷ്ടപ്പെടുത്തുവാൻ ദൈവം അനുവദിക്കത്തില്ല കേട്ടോ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, സ്വന്തം ദൈവജനമേ, ഇന്ന് പ്രഭാതത്തിൽ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്ന് കണ്ണുനീരോടെ നിലവിളിക്കുന്ന ദൈവജനത്തോട് ഒരു ദൂത് ഞാൻ പറയാം. നിന്നെ പരസ്യകൊലമാക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ പരസ്യകൊലമാക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ പുതിയതൊന്ന് ധരിപ്പിക്കാൻ പോയില്ല. നിന്നെ പുതിയതൊന്ന് ധരിപ്പിക്കാൻ പോയില്ല. പുതിയതൊന്ന് ധരിപ്പിച്ച് നിന്നെ ജനത്തിന്റെ മുമ്പിൽ ശക്തമായി വീണ്ടും നിർത്തുന്ന അപ്പനുണ്ടെന്ന് ഒരിക്കലും മറന്നു പോകരുത്. അത് ഇന്ന് പ്രഭാതത്തിൽ ഒരു ദൂത് പോലെ പറയാ. ഇന്നു മുതൽ നിന്നെ പുതിയതൊന്ന് ധരിപ്പിച്ച് നിന്നെ പരസ്യകൊലമാക്കാതെ നഷ്ടപ്പെട്ടവനെ പോലെ നിന്റെ മുഖം കാണാതെ നേരോടെ നിർത്തുന്ന ഒരപ്പനുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ദൂത് വിളിച്ചു പറയുക. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റേതൊന്നും ഒരിക്കലും പറയരുത്, ഇത് കർത്താവിൻ്റെതാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടെങ്കിൽ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിക്കണ്ട. നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ നഷ്ടപ്പെട്ടതിന് തിരിച്ചു തരുന്നൊരു കർത്താവുണ്ട്. അത് മാത്രമല്ല, നിന്നെ നഷ്ടപ്പെട്ട അന്തരീക്ഷത്തിൽ കണ്ടെങ്കിൽ പരസ്യപരമാക്കത്തില്ല. നിന്നെ പുതിയതൊന്ന് ധരിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു കർത്താവുണ്ട്. കണ്ണുകൾ വയ്ക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ. സൂര്യനെ ശ്രദ്ധിച്ച എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. സ്തോത്രം. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. വീട്ടിനകത്ത് നഷ്ടപ്പെട്ടു പോയ 10 ദ്രഹ്മയിൽ നിന്ന് ഒന്ന് നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചെടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നിനക്ക് നഷ്ടപ്പെട്ടത് വീട്ടിലാണെങ്കിൽ വീട്ടിനകത്ത് തന്നെ നിനക്ക് ചിലത് തിരിച്ചു തരാൻ പോവുക. നിന്റെ വീട്ടിനകത്ത് നിന്റെ ഏതെങ്കിലും നഷ്ടപ്പെട്ടെങ്കിൽ, വിലപ്പെട്ടത് നഷ്ടപ്പെട്ടെങ്കിൽ, ഈ പ്രഭാതത്തിൽ ഒരു ദൂത് പോലെ ഞാൻ പറയുക, നിന്റെ വീട്ടിനകത്ത് അത് തന്നെ തിരിച്ചു തരാൻ അത് കർത്താവ് ശക്തരാണ്. ഞാൻ ചോദിക്കട്ടെ, കടബാധ്യതകൾ കയറി പ്രവാചക ശിഷ്യന്റെ ഭാര്യമാരിൽ ഒരുത്തി പ്രവാചകന്റെ അടുക്കൽ ചെന്നു. കടബാധ്യതകൾ കയറി പ്രവാചകൻ ചോദിച്ചു, നിന്റെ കയ്യിൽ എന്തുണ്ട്? അവൾ പറഞ്ഞു, എന്റെ വീട്ടിനകത്ത് ഒന്നേ ഉള്ളൂ, ഒരു ഭരണി എണ്ണയല്ലാതെ വേറെ ഒന്നുമില്ല. ആ വീട്ടിനകത്ത് കുറഞ്ഞിരിക്കുന്ന ഭരണിക്കകത്ത് എണ്ണയ്ക്കകത്ത് നിന്ന് അവളുടെ നഷ്ടങ്ങൾ, അവളുടെ കടങ്ങൾ വീട്ടിനകത്ത് തന്നെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കടങ്ങളെ വീട്ടാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഒരു ദൂത് പറയട്ടെ, നിന്റെ വീട്ടിനകത്ത് തന്നെ വർദ്ധിക്കുന്ന ചിലത് ഇരിക്കുന്നുണ്ട്. നിന്റെ വീട്ടിനകത്ത് തന്നെ ചില വിടുതലുകൾ ഇരിക്കുന്നുണ്ട്. നീ എവിടേക്കും ഓടണ്ട. നിനക്ക് നിന്റെ വീട്ടിനകത്ത് തന്നെ ചില അത്ഭുത പ്രവൃത്തികൾ കർത്താവ് തരാൻ പോവുകയാണ്. ചിലതിനെ മടക്കി തരാൻ പോവുകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് വിളിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കട്ടെ. എന്റെ ഉള്ളതെല്ലാം എന്റെ കർത്താവിൻ്റെതാണ്. എന്റെ എന്ന് പറയുവാൻ ഞാൻ ഒന്നിനും തയ്യാറല്ലപ്പാ. എന്റെ കർത്താവിൻ്റെതാണെന്ന് ഇന്ന് നീ കൈമാറ്റം ചെയ്താൽ ഒന്നും നിനക്ക് നഷ്ടപ്പെടത്തില്ല. അഥവാ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഏതോ ഒരു അബദ്ധം പറ്റി, ഏതോ സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്ക്. നിന്നെ പരസ്യപരമാക്കാതെ നിന്നെ പുതിയതൊന്ന് ധരിപ്പിച്ച് നിങ്ങളുടെ നേരോടെ നിർത്താൻ കഴിയുന്ന ശക്തനായ ഒരു കർത്താവാണെന്ന് ഇന്ന് പ്രഭാതത്തിൽ വിളിച്ചു പറയുക. അല്ലെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. യേശുവിന്റെ നാമത്തിൽ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം
എന്റെ ഗീതം പോലെ അല്ലേ എൻ പിതാവേ എൻ യഹോവേ, നിന്റെ ഗീതം പോലെ എന്നെ നിത്യം ഒന്ന് സമർപ്പിച്ച് പാടാമോ? നേർപ്പിച്ചുകൊണ്ട് പാടാമോ? എന്റെ ഗീതം പോലെ എൻ പിതാ. യെസ്, എന്റെ ഗീതം പോലെയല്ല, നിന്റെ ഗീതം ദൈവത്തിന് ഏൽപ്പിച്ചുകൊടുത്തട്ടെ. നിന്റെ ഗീതം പോലെ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ഗീതത്തിന് വേണ്ടി ദൈവഗീതത്തിന് വേണ്ടി സമർപ്പിച്ചു കൊടുത്തത്. എന്റെ ഗീതം പോലെയല്ല എൻ പിതാവേ എൻ യഹോവേ, നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. യെസ്, ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് പ്രഭാതത്തിൽ അല്പനേരം നിന്റെ വചനം ചിന്തിക്കുവാൻ, അല്പനേരം നിന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. ദൈവജനത്തെ ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ സൂമിലൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് പാടുവാനും പ്രാർത്ഥിക്കുവാനും കൃപ തന്നതിനായി സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. സൂര്യയുടെ ശ്രദ്ധിച്ച എല്ലാവരോടും നന്ദി ഈ പ്രഭാതത്തിൽ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കട്ട് ചെയ്യണ്ട.